ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസം ഞാനിപ്പോൾ നവരാത്രി വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. ലാസ്റ്റിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ നവരാത്രിക്ക് പോയ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടത്. അപ്പോൾ ഇന്ന് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് പറഞ്ഞ് കുറേ ദിവസമായി. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ടീച്ചിങ് എക്സ്പീരിയൻസ്, ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ്, എന്നാലൊരു വലിയ എക്സ്പീരിയൻസുമാണ്. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരാണ് ഏത് അധ്യാപികയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നതെന്നോ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അത് അവരെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുകയോ, ചിലപ്പോൾ അവരത് മറന്നു തന്നെ പോയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ പേരോ കാര്യങ്ങളോ പറയുന്നില്ല. ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക ഉത്സവം, അതായത് വാർഷിക ആഘോഷം വരാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ ആ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒരു ഡ്രാമ മാക്ബത്ത് നമ്മൾ സ്റ്റേജിൽ ഇനാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടികളെ എല്ലാം അതിനു വേണ്ടി സജസ്റ്റ് ചെയ്യാനും, അപ്പോൾ 2 ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ അതിനു വേണ്ടി നിയമിച്ചു. അപ്പോൾ അതിലൊരു അധ്യാപിക ഞാനായിരുന്നു, മറ്റൊരു അധ്യാപിക വേറൊരു ടീച്ചറായിരുന്നു. ആ ടീച്ചറും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു അധ്യാപിക തന്നെയാണ്. അധ്യാപനത്തിൻ്റെ കാര്യത്തിൽ അവരെ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ ഭാഗത്ത് തെറ്റുമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം, അതായത് ഷേക്സ്പിയറിയൻ ഡ്രാമ നമ്മളിൽ പലർക്കും അറിയാം, ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഷനിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മിലോഡ് അങ്ങനെയൊക്കെയാണ് അതിൽ വരുന്നത്. മിലോഡ്, അതുപോലെ THW എന്നൊക്കെ ഉള്ളത് ഓരോ വാക്കുകളിലും ഡ്രാമയിലും ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മോഡേൺ ഇംഗ്ലീഷിലേക്ക് മാറ്റി, ന്യൂ ഇംഗ്ലീഷിലേക്ക് മാറ്റി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഓരോ ഒരു 7th 8th 9th 10th കുട്ടികളാണല്ലോ ഇത് ഇനാക്ട് ചെയ്യുക, അപ്പോൾ ആക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന ലാംഗ്വേജിലേക്ക് മാറ്റുക. മാത്രമല്ല, ഇത് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത്, ഇത് ഞങ്ങളുടെ സ്കൂളിലെ സാറിൻ്റെ സജഷനായിരുന്നു. ഇത് നമ്മൾ ഇത് നമ്മുടെ ഒരു ന്യൂ ഇംഗ്ലീഷ് വേയിൽ തന്നെ മതി. ഓരോ ഡ്രാമയും അതിൻ്റെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. പക്ഷേ ഒരു കോമൺ പീപ്പിളിന് അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക്, അവിടെ ഓഡിയൻസ് ആയിട്ട് വരുന്ന ചില പേരൻസിനൊക്കെ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ, അതുകൊണ്ട് നമുക്ക് ന്യൂ ഇംഗ്ലീഷ് ഫോമിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി, അതായത് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു ഗ്യാപ്പ്, അതല്ലാതെ ഒരു ടീച്ചറിന് പ്രത്യേകിച്ച് ഗ്യാപ്പൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്തിരുന്ന് നമ്മളിതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് 2 പേർക്ക് ഈക്വൽ പാർട്ടിസിപ്പൻ്റായിട്ട് ഇരുന്ന് നമ്മളിതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെല്ലാം വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഫൈനലി കുട്ടികളിലേക്ക് എത്തിച്ച് കുട്ടികളെ കൊണ്ട് അത് ആക്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ കോസ്റ്റ്യൂമിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സിനും ഓടി നടന്ന്, ചിലപ്പോഴൊക്കെ നമ്മുടെ അതായത് ഫാമിലിയിലുള്ള നമ്മുടെ മക്കൾക്ക് ഒരു ഫുഡ് വാങ്ങി കൊടുക്കാൻ പോലും, ഫുഡൊക്കെ പാഴ്സലായിട്ടാണ് വീട്ടിൽ, കാരണം നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ ഒത്തിരി ലേറ്റാവും. അപ്പം അങ്ങനെ വരെ നമ്മൾ ഒരു സ്കൂളിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയാണ്. ഒരു ടീച്ചറിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ഗോ ആണ് എന്നെല്ലാവരും വിചാരിക്കുമെങ്കിലും തീർച്ചയായും അതങ്ങനെ അല്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ഏതൊരു ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഓരോരോ വരിക്കും അതിൻ്റെ വാക്കുകൾ കണ്ടെത്തി പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഒരു വലിയ ഹാർഡ് വർക്ക്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം ക്ഷീണിച്ച് തളർന്ന് ബസ്സിലിരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന യാത്രാ മധ്യയാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോർണിംഗ് വീട്ടിലെ സർവ്വ ജോലിയും കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അപ്പോഴും നമുക്കൊരു ഗ്യാപ്പില്ലാതെ നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഡബ്ബൊക്കെ ചെയ്ത് ഡബ്ബിങ്ങും കഴിഞ്ഞ് എല്ലാം വന്നാൽ പിന്നീട് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത്, സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമുക്കതിൻ്റെ ക്രെഡിറ്റ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ റിയലായിട്ട് ഈക്വൽ പാർട്ടിസിപ്പൻസ് നമുക്ക് 2 പേർക്കുണ്ടെങ്കിൽ അവരെ 2 പേരെയും നമ്മൾ ആ ഒരു കാര്യത്തിൽ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഞാനും ഇപ്പം ഫോർ എക്സാമ്പിൾ മറ്റൊരു ടീച്ചർ, നമ്മൾ 2 പേരാണല്ലോ ഇത് വർക്ക് ചെയ്തത്. അതിൽ ഒരു ടീച്ചറിന് മാത്രം ക്രെഡിറ്റ് കിട്ടുകയും മറ്റൊരു ടീച്ചറിന് കിട്ടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ മനസ്സ് ആകെ
തകരും. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ എത്രത്തോളം നമ്മളെ മാനസികമായി തളർത്തുമെന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഈക്വൽ പാർട്ടിസിപ്പൻസ് ആണ് 2 ടീച്ചേഴ്സ് ഒരു ജോബിൽ, അവർക്ക് കൊടുത്ത ഒരു ഡ്യൂട്ടി. അപ്പോൾ അതിൽ ഒരു ടീച്ചറിന് അതിൻ്റെ ഓണർ കിട്ടുകയും മറ്റൊരു ടീച്ചറിന് അവർ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതെന്തുമാത്രം വേദനാജനകമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ മറ്റൊരു ടീച്ചറിന് മാത്രമാണ് അവിടെ അക്സെപ്റ്റൻസ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുവെങ്കിലും എൻ്റെ പേര് അവർ ആ ഒരു സമയത്ത് അവിടെ മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓവറോൾ എൻ്റെയും ആ ടീച്ചറിൻ്റെയും പാർട്ടിസിപ്പൻസ് ഒരേപോലെ നമ്മൾ അതിൽ പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അതായത് ഒരു ടീച്ചറിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന അത്രയും ഡ്യൂട്ടി ആയിരുന്നില്ല അത്. 2 പേര് ചേർന്നാണ് കുട്ടികളെ സെലക്ട് ചെയ്തത്. കുട്ടികളെ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ 2 പേരെ അവർ ഓക്കെ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്, എക്സലൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കലും നമുക്കൊരു അംഗീകാരം കിട്ടുമെന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്, നമ്മുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അംഗീകാരം കിട്ടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട്. അതായത് ഓരോ ടീച്ചേഴ്സിനെ അവിടെ ഓണർ ചെയ്യുന്ന ഈ നമ്മുടെ സ്കൂളിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതെല്ലാം നാടകം പ്രോഗ്രാംസ് ഒക്കെ കഴിയുമ്പോൾ ടീച്ചേഴ്സിനെ ഓണർ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ആ ഓണർ ചെയ്യുന്ന ചടങ്ങിൽ ആരൊക്കെ എന്തൊക്കെ നല്ല ജോലികൾ ചെയ്തു അതിനനുസരിച്ചുള്ള അംഗീകാരമായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ചില ടീച്ചേഴ്സിനെയൊക്കെ ഇത്തരത്തിൽ അവർ ഓണർ ചെയ്യാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ പേഴ്സണലാവാം അല്ലേ. ചിലപ്പോൾ നമ്മളെ പേഴ്സണലായി അവർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മളോടുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യാത്തത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം, നമുക്കറിയില്ല. ബട്ട് എനിവേ അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ടീച്ചറിനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി വേറെ ചില സ്കൂൾസിൽ എന്നെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പകരം നിന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്ത മറ്റൊരു ടീച്ചറിനെ അക്സെപ്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ട്, അവരെ ഓണർ ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന മാനസികമായ വിഷമം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് വാക്കുകളിൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആരൊക്കെ ടീച്ചിങ് ജോബിലേക്ക് വരുന്നുണ്ടോ അവരെല്ലാവരും അതായത് നമ്മളെന്താ പറയുന്നത്, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. നമുക്കതിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ തളർത്താൻ പാടില്ല. എപ്പോഴും നമ്മൾ നമുക്ക് തരുന്ന ജോലി ഭംഗിയായി ചെയ്യുക. റെസ്റ്റ് നമ്മൾ വിട്ടേക്കുക. അത് നമുക്ക് ഓണർ കിട്ടിയാലും ശരി, ഓണർ കിട്ടിയില്ലെങ്കിലും ശരി, എല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മയാണല്ലേ. സോ വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടീസ് ടു ദി മാക്സിമം ആൻഡ് നെവർ എവർ തിങ്ക് അബൌട്ട് the results. Or for example, I am telling not the results but what others will give you as a appreciation. അതായത് ഒരു അപ്രീസിയേഷൻ്റെ രീതിയിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുമോ എന്നുള്ളത് നിങ്ങളുടെ ലുക്കൗട്ടിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ ജോലികൾ ചെയ്യുക, അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ പറയാൻ മറ്റൊരു കാര്യമുള്ളത്, nobody is perfect 100%, but we can try our maximum to make a work maximum. We can make a work maximum perfectly. Okay, so only അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാം. പെർഫെക്റ്റ് ആകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ജോലികൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും. അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ എല്ലാവരും ധൈര്യമായി തന്നെ, എത്ര ടീച്ചേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വളരെ ധൈര്യത്തോടു കൂടി തന്നെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. അതായത് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു പേരിവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഞാൻ മറ്റൊരാളിൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ആ വ്യക്തി അവരുടെ വ്ളോഗ്സിൽ കൂടെ എൻ്റെ പേര് മെൻഷൻ ചെയ്യുകയും അവിടെ ടീച്ചർ എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്, എപ്പോഴും എൻ്റെ വീഡിയോസിന് അപ്രീസിയേഷൻ ഇടുന്നു എന്ന് പറഞ്ഞ് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്, മറ്റൊരാൾ നമുക്ക് തരുന്ന പ്രശംസ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരാളെ പ്രശംസിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിനൊട്ടും തന്നെ നിങ്ങൾ മടിയോ വൈകുകയോ ചെയ്യരുത്. ചിലപ്പോൾ നമ്മുടെ പ്രശംസ മറ്റൊരാളിൻ്റെ ജീവിതം മാറ്റിമറിച്ചേക്കാം അല്ലേ.
അപ്രീസിയേഷൻ മേക്സ് മിറക്കിൾസ്. അതായത് നിങ്ങളൊരു ഒരു ആപ്റ്റായിട്ടുള്ള വ്യക്തിക്ക് ഇവിടെ പ്രശംസ ആവശ്യമാണ് എന്ന് 100% നിങ്ങളുടെ മനസാക്ഷിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്തിൽ തീർച്ചയായും നിങ്ങൾ ആരും അഭിനന്ദിക്കാൻ മറന്നു പോകരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഇതുവഴി തരാൻ ആഗ്രഹിച്ചത്. സോ ചിലപ്പോൾ നിങ്ങളുടെ ഒരു അപ്രീസിയേഷൻ ആയിരിക്കാം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറാൻ പോകുന്നത്. അപ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സന്തോഷപ്രദമാക്കുക. മറ്റുള്ളവരെക്കുറിച്ച് വറി ചെയ്ത് നമ്മുടെ വിലപ്പെട്ട സമയവും നമ്മുടെ എനർജിയും നശിപ്പിച്ച് കളയാതിരിക്കുക. സോ അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ലവ് യു ആൾ. ടേക്ക് കെയർ.